2025 ലോകത്തിലെ പല ഭാഗങ്ങളിലായി നടന്ന 4 പ്രധാന കണ്ടെത്തലുകൾ. ഈ കണ്ടെത്തലുകളെല്ലാം ചേർന്ന് പറഞ്ഞു തരുന്നത് മനുഷ്യൻ ആഹാരം തേടി നടന്ന മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ ചിന്തിക്കുന്ന, വികാരം പങ്കുവെക്കുന്ന, സംഘടിതമായി ജീവിക്കുന്ന ഒരു വർഗമായി മാറിയെന്ന കഥയാണ്. തുർക്കിയിലെ സാൻലൂർഫ പ്രവിശ്യയിലുള്ള പ്രസിദ്ധമായ പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് കരഹൻടെപ്പെ. നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യനിർമ്മിതികളെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്തി എഴുതുന്ന കണ്ടുപിടുത്തങ്ങളാണ് വർഷങ്ങളായി ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 അതിന് മാറ്റമുണ്ടായിട്ടില്ല. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന 2 നിർമ്മിതികൾ 2025 ഗവേഷകർ ഇവിടെ നിന്ന് കണ്ടെത്തി. മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്നവയാണ് ഈ കണ്ടെത്തലുകൾ. അതിൽ ആദ്യത്തേത് മനുഷ്യന്റെ മുഖത്തോട് കൂടിയ കൽത്തൂണാണ്. T ആകൃതിയിലുള്ള കൽത്തൂണുകളാണ് ഇവിടെ നിന്നും കൂടുതലായി കണ്ടെത്തിയിരുന്നത്. ഇവ മനുഷ്യരൂപങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പണ്ടേ കരുതിയിരുന്നെങ്കിലും ആദ്യമായാണ് ഒരു മനുഷ്യമുഖം വ്യക്തമായി കൊത്തിയെടുത്ത ഒരു തൂൺ കണ്ടെത്തുന്നത്. ഏകദേശം 4.4 അടി ഉയരമുള്ള പാറയിൽ കൊത്തിയെടുത്ത തൂൺ 9ാം സഹസ്രാബ്ദത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അക്കാലത്തെ മനുഷ്യർ തൂണുകളെ വെറും കല്ലുകളായല്ല, മറിച്ച് മനുഷ്യരുടെ പ്രതീകങ്ങളായാണ് കണ്ടിരുന്നത് എന്നതിന്റെ സൂചനയാണ് മനുഷ്യമുഖമുള്ള ഈ തൂൺ നൽകുന്നത്. ഇസ്താംബുൾ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകനായ നെജ്മി കരുൾ കണ്ടെത്തിയ ചില വസ്തുക്കളാണ് രണ്ടാമത്തെ പ്രധാന കണ്ടെത്തൽ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ത്രിമാന കഥാഖ്യാനം ആയാണ് ഇത് കണക്കാക്കുന്നത്. കുഴിച്ചു മൂടപ്പെട്ട ഒരു കെട്ടിടത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കൽപാത്രത്തിൽ ഒരു താലം, വടികൾ, കാട്ടുപന്നി, കഴുകൻ, കുറുക്കൻ എന്നിവയുടെ ചെറിയ ശില്പങ്ങളും ഉണ്ടായിരുന്നു. വെറും 1.3 ഇഞ്ച് മാത്രം ഉയരമുള്ള ഈ ശില്പങ്ങളുടെ തലയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള മോതിരങ്ങൾ അണിയിച്ചിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? വരിവരിയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മൃഗങ്ങൾ ഒരു പ്രത്യേക സംഭവം വിവരിക്കാനാണെന്നാണ് കരുതുന്നത്. ഒരേ വിധി പങ്കിടുന്നതോ അല്ലെങ്കിൽ ഒരേ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നതോ ആയ മൃഗങ്ങളെയാകാം ഇത് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കണ്ടെത്തലുകൾ വിസ്മയിപ്പിക്കുന്നത്? 12,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇത്രയും ആഴത്തിലുള്ള പ്രതീകാത്മക ചിന്താശേഷിയും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു എന്നത് അത്ഭുതകരമാണ്. ആ കാലഘട്ടത്തിലെ ആളുകൾ കെട്ടിടങ്ങളെ ജീവനുള്ളവയെ പോലെയാണ് കണ്ടിരുന്നത്. ഒരു കെട്ടിടം ഉപേക്ഷിക്കുമ്പോൾ അത് മരിച്ചു എന്ന് സങ്കല്പിക്കുകയും ഇത്തരം ശില്പങ്ങൾ അതിനുള്ളിൽ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. നവീന ശിലായുഗത്തിലെ മനുഷ്യർക്ക് അവരുടെ സന്ദേശങ്ങളും വികാരങ്ങളും കൈമാറാൻ കഴിഞ്ഞിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടെത്തലുകൾ. കരഹൻടെപ്പയിലെ കണ്ടെത്തലുകൾ മനുഷ്യന്റെ സിംബോളിക് തോട്ടിന്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കല്ലിനെ വെറും കല്ലായി കാണാതെ അതിൽ ഒരു മുഖം കൊത്തുക വഴി തങ്ങളെ തന്നെ പ്രതിനിധീകരിക്കാൻ മനുഷ്യൻ പഠിച്ചു. ഇത് പിന്നീട് ഭാഷയിലേക്കും എഴുത്തിലേക്കും കലയിലേക്കും വളർന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഇമോജികൾ മുതൽ സിനിമകൾ വരെ കരഹൻടെപ്പയിലെ ആ ത്രിമാന കഥാഖ്യാനത്തിന്റെ പരിഷ്കരിച്ച രൂപങ്ങളാണ്. വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ആഗ്രഹം അന്നേ തുടങ്ങിയിരുന്നു എന്ന് വ്യക്തം. ആയിരത്തി 1993 പര്യവേക്ഷണം നിർത്തി അവസാനിപ്പിച്ചിടത്തു നിന്നും ഗവേഷക ദമ്പതികളായ അർലൻ ചേസും ഡയാൻ ചേസും തുടങ്ങിയപ്പോൾ തുറക്കപ്പെട്ടത് മായൻ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തിന് ഇതുവരെ അജ്ഞാതമായ ഒരു വാതിലായിരുന്നു. ബെലീസിലെ മായൻ നഗരമായ കാരക്കോളിൽ 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഖനനത്തിനൊടുവിലായിരുന്നു ആ കണ്ടെത്തൽ. ഹൂസ്റ്റൺ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകരായ അർലൻ ചേസിന്റെയും ഡയാൻ ചേസിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കുഴിച്ച് ചെന്നെത്തിയത് കാരക്കോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ടെകപ്ചക്കിന്റെ ശവകുടീരത്തിലേക്കായിരുന്നു. മായൻ ഗവേഷണത്തിൽ ചരിത്രരേഖകളിലും ലിഖിതങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ നേരിട്ട് കണ്ടെത്തുക എന്നത് അത്യപൂർവമായ കാര്യമാണ്. മാത്രമല്ല, കാരക്കോളിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയ ഒരേയൊരു ഭരണാധികാരിയുടെ ശവകുടീരവും ഇതാണ്. 93 കൂടുതൽ ഒന്നുമില്ലെന്ന നിഗമനത്തിൽ പര്യവേക്ഷണം അവസാനിപ്പിച്ച സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തിയതാണ് വഴിത്തിരിവായത്. കണ്ടത് 7 അടി ഉയരമുള്ള ചതുരാകൃതിയിലുള്ള ഒരു മുറി, ചായില്യം പൂശിയ ചുമരുകൾ. മരിച്ച വ്യക്തി വലിയ പദവിയുള്ള ആളായിരുന്നു എന്നതിന്റെ സൂചനയാണിത്. അറയിൽ മൺപാത്രങ്ങളും ജേഡ് രത്നക്കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങളും കൊത്തുപണികളുള്ള അസ്ഥി കൊണ്ടുള്ള കുഴലുകളും ഉണ്ടായിരുന്നു. കക്കകളും ജേഡ് കല്ലുകളും കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു മുഖംമൂടി രാജാവിന്റെ മുഖത്ത് അണിയിച്ചിരുന്നു. ഇതാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ ഏറ്റവും സവിശേഷമായ വസ്തു. കാരക്കോളിലെ ശവകുടീരം സൂചിപ്പിക്കുന്നത് അധികാര കേന്ദ്രീകരണം എങ്ങനെ രൂപപ്പെട്ടു എന്നാണ്. ഒരു സമൂഹത്തിന് ഒരു നേതാവ് വേണമെന്ന ചിന്തയും ആ നേതാവിന്റെ മരണശേഷവും ആദരിക്കണമെന്ന ബോധ്യവും ഭരണകൂടം എന്ന സങ്കല്പത്തിലേക്ക് നയിച്ചു. ലിഖിതങ്ങളിലെ പേരും ഭൗതികാവശിഷ്ടവും ഒത്തുചേരുന്നത് വ്യക്തിയുടെ ചരിത്രപരമായ ഐഡന്റിറ്റിക്ക് പ്രാധാന്യം നൽകുന്നു.
തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങളുടെ പരിവർത്തന കാലഘട്ടത്തെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകുന്നതായിരുന്നു പെറുവിലെ പാമ്പാല ക്രൂസ് എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ആഡംബര ശവകുടീരം. AD 850-നും 1000-നും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഈ ശവകുടീരം സ്വാധീനം കുറയുന്ന പഴയ സംസ്കാരത്തിന്റെയും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സംസ്കാരത്തിന്റെയും സാക്ഷ്യമാണ്. ഇവിടുത്തെ പ്രാദേശികമായ മോച്ചെ സംസ്കാരവും മലയോര മേഖലയിലെ വാരി സംസ്കാരവും തമ്മിലുള്ള സങ്കര ശൈലിയാണ് കാണപ്പെടുന്നത്. പ്രായമായ 2 പുരുഷന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. ഇതിൽ ആദ്യത്തെയാളെ വാരി സംസ്കാരത്തിന് സമാനമായി പത്മാസന രീതിയിലാണ് അടക്കം ചെയ്തത്. ഇതിനൊപ്പം ഒരു മരക്കണ്ണാടി കൂടി ഉണ്ടായിരുന്നു. വാരി സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണെങ്കിലും അതിന്റെ ശൈലി പ്രാദേശികമായ മോച്ചെ രൂപങ്ങളുടേതാണ്. കൂടാതെ രത്നങ്ങളും ചിപ്പികളും പതിച്ച ഒരു കർണാഭരണവും ഇവിടെ നിന്ന് കണ്ടെത്തി. ശവകുടീരത്തിലെ രണ്ടാമത്തെ വ്യക്തിയെയും ഇരിക്കുന്ന നിലയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ചെമ്പ് ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഒരു കത്തിയും മൃതദേഹത്തിനടുത്തുണ്ടായിരുന്നു. കത്തിയിൽ മോച്ചെ ശൈലിയിൽ കൊത്തിയെടുത്ത ആയുധം കയ്യിലേന്തിയ ഒരു രൂപവും കാണാം. ഇവിടെ നിന്ന് ലഭിച്ച മൺപാത്രങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പരിവർത്തന സ്വഭാവത്തിന് കൂടുതൽ ഉദാഹരണങ്ങളാണ് നൽകുന്നത്. പത്മാസന രീതിയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ കൂടെ കണ്ടെത്തിയ ഒരു പാത്രം മലയോര മേഖലയിലെ മാതൃകകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ഈ പാത്രം പൂർണ്ണമായും മലയോര ശൈലിയിലുള്ളതോ അല്ലെങ്കിൽ പൂർണ്ണമായും മോച്ചെ ശൈലിയിലുള്ളതോ അല്ല. പാമ്പാല ക്രൂസ് കണ്ടെത്തൽ പെറുവിന്റെ വടക്കൻ തീരത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുനഃക്രമീകരണത്തിന്റെ നിർണായക കാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഫ്ലോറിഡ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകനായ ഗബ്രിയൽ പ്രീറ്റോ ചൂണ്ടിക്കാട്ടുന്നു. പാമ്പാല ക്രൂസിലെ കണ്ടെത്തൽ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിനെയാണ് കാണിക്കുന്നത്. മോച്ചെ, വാരി എന്നീ 2 വ്യത്യസ്ത ശൈലികൾ ഒരുമിച്ച് ഒരു ശവകുടീരത്തിൽ കാണപ്പെടുന്നത് മനുഷ്യൻ എപ്പോഴും സങ്കര സംസ്കാരങ്ങളിലൂടെയാണ് വളർന്നത് എന്നതിന്റെ തെളിവാണ്. പുതിയതിനെ സ്വീകരിക്കുകയും പഴയതിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഈ രീതിയാണ് മനുഷ്യനെ കൂടുതൽ കാലം അതിജീവിക്കാൻ സഹായിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ലോകത്തിലെ ആദ്യ നഗരങ്ങളിൽ ഒന്നാണ് തുർക്കിയിലെ അനറ്റോളയിലുള്ള കാറ്റൽഹുയൂക്ക്. ശിലായുഗ കാർഷിക ഗ്രാമമായ കാറ്റൽഹുയൂക്കിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളും ഈ വർഷം ഗവേഷകർ കണ്ടെത്തി. സ്ത്രീ കേന്ദ്രീകൃതമായ മാട്രിയാർക്കിക്കൽ സമൂഹമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്നതിന് ശക്തമായ ജനിതക തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പണ്ട് മുതൽക്കേ ഇവിടെ നിന്ന് വലിയ സ്ത്രീ രൂപങ്ങൾ ലഭിച്ചിരുന്നു. ഇവയെ ഫെർട്ടിലിറ്റി ഗോഡസ് എന്നാണ് ഗവേഷകർ വിളിച്ചിരുന്നത്. എന്നാൽ ഈ ശില്പങ്ങൾക്കപ്പുറം സ്ത്രീകളാണോ പുരുഷന്മാരാണോ അവിടെ ഉയർന്ന സ്ഥാനം കൈകാര്യം ചെയ്തിരുന്നത് എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലായിരുന്നു. പുതിയ DNA പഠനങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. മിഡിൽ ഈസ്റ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ 131 പേരുടെ DNA പരിശോധിച്ചു. തലയോട്ടിയിലെ പേട്രസ് ബോൺ, പല്ലുകൾ എന്നിവയിൽ നിന്നാണ് ഈ ജനിതക വിവരങ്ങൾ ശേഖരിച്ചത്. അസ്ഥികൂടങ്ങളിൽ നിന്ന് മാത്രം ലിംഗനിർണയം നടത്താൻ കഴിയാതിരുന്ന കുഞ്ഞുങ്ങളുടെ DNA പരിശോധിച്ചപ്പോൾ അതിശയകരമായ ഒരു കാര്യം വ്യക്തമായി. ഒരേ വീട്ടിൽ അടക്കം ചെയ്യപ്പെട്ടവർ അമ്മ വഴിയുള്ള ബന്ധുക്കളാണെന്ന് പഠനം തെളിയിച്ചു. സ്ത്രീകൾ സ്വന്തം വീടുകളിൽ തന്നെ തുടരുകയും പുരുഷന്മാർ വിവാഹശേഷം അവരുടെ പങ്കാളികളുടെ വീടുകളിലേക്ക് മാറുകയും ചെയ്തിരുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സ്ത്രീകൾക്ക് സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത് കാറ്റൽഹുയൂക്കിൽ വലിയ തോതിലുള്ള വർഗ വിവേചനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിച്ചിരിക്കാമെന്ന് ഗവേഷകയായ എറൻ യുൻകു അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും തുല്യമായ പരിഗണന ലഭിക്കുന്ന ഒരു സമത്വ അധിഷ്ഠിത ബന്ധം നിലനിർത്താൻ ഈ സ്ത്രീ കേന്ദ്രീകൃത രീതി സഹായിച്ചിരിക്കാം. സാമൂഹിക നീതിയെയും സമത്വത്തെയും കുറിച്ചുള്ള പാഠമാണ് കാറ്റൽഹുയൂക്ക് നൽകുന്നത്. ഇന്നത്തെ പുരുഷാധിപത്യ സമൂഹത്തിന് മുൻപേ തന്നെ സമത്വമുള്ള മാട്രിയാർക്കൽ രീതി ഉണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ് കാറ്റൽഹുയൂക്ക്. കരഹൻടപ്പയിൽ നിന്ന് തുടങ്ങിയ ഭാവന കാറ്റൽഹുയൂക്കിലെ സമത്വമുള്ള ഗോത്രങ്ങളായി വളർന്ന് കാരക്കോളിലെ വലിയ സാമ്രാജ്യങ്ങളായി വികസിച്ച് പാമ്പാല ക്രൂസിലെ പോലെ സാംസ്കാരികമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യം, മതം, കല, കുടുംബം എന്നീ വ്യവസ്ഥകളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഈ പ്രക്രിയയുടെ ഫലങ്ങളാണ്. ഈ കണ്ടെത്തലുകൾ നമ്മുടെ വേരുകൾ എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.